മുൻ പങ്കാളിയായ എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല. മുൻകൂട്ടി തയ്യാറാക്കിയ പ്രകാരമുള്ള കൂട്ടായ ആക്രമണമാണ് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടതെന്നും ഇത് വ്യക്തിഹത്യയാണെന്നും ബാല പറയുന്നു. തന്റെ കയ്യിൽ ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ടെന്നും നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാത്തതാണെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട്. എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിൽ നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന കസ്തൂരിയെ തനിക്കോ കോകിലയ്ക്കോ അറിയില്ലെന്നും ബാല കൂട്ടിച്ചേർത്തു. വീഡിയോയിൽ തൽക്കാലം വരണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മൾ നിശബ്ദരായി ഇരിക്കുമ്പോൾ കള്ളത്തരങ്ങൾ കൂടും. എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. റേപ്പ് ചെയ്തു, തട്ടിപ്പ് നടത്തി, വേലക്കാരെ വെച്ച് ഗ്രൂപ്പ് സെക്സ് ചെയ്തു, ഡൊമസ്റ്റിക് വയലൻസ്, ചാരിറ്റി തട്ടിപ്പ്, ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണമാണ്. നിയമം പാലിക്കണം. ഇതൊരാളല്ല ചെയ്യുന്നത്, 4-5 പേരാണ് ചെയ്യുന്നത്. ഇതിന്റെ തലൈവി അല്ല, ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും ചേർത്ത് വെച്ച് കൃത്യമായ പദ്ധതിയോടെയാണ് ആക്രമണം. ആദ്യം നിയമപരമായി എന്റെ വായ അടച്ചു, അതോടെ അവർക്ക് എന്തും പറയാം. ബാല എന്നെ റേപ്പ് ചെയ്തു, കാമക്കൊടൂരൻ, ചാരിറ്റി എല്ലാം പച്ചക്കള്ളം, മുഖത്തടിച്ചു, എന്തും പറയാം. പക്ഷേ കോടതി ഉത്തരവ് വരുന്നതുവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും കാലം സ്നേഹിച്ചു പരിചയമുള്ള എന്നെ കുറ്റക്കാരനാക്കി. 5 ദിവസമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രതിയായി നിൽക്കുകയാണ്. ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവരരുത്. ആരും അറിയാത്ത സത്യങ്ങളുണ്ട്, ഞെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട്. എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാത്തതാണ്. ഒന്ന് ചെവി തുറന്ന് കേൾക്കുക. ഇതെന്റെ ഫാൻസിന് വേണ്ടിയാണ് പറയുന്നത്. ഒരു കേസും വേണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞാനും കോകിലയും മനസ്സമാധാനത്തിലാണ് ജീവിക്കുന്നത്, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് ഞാൻ കേസ് കൊടുക്കണം, വഴക്കിടണം എന്നാണ് ആഗ്രഹം. എനിക്കും കുട്ടി വേണം. ഞാനും ജീവിതത്തിൽ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. എന്റെ യുവത്വം വിട്ടുപോയി. 42 വയസ്സായി. ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത്. ഇത് കൂട്ടായ ആക്രമണമാണ്. തെളിവുകൾ പുറത്തുവരും. ഭർത്താവ് എന്ന് അവകാശപ്പെടുന്നവർ ഒപ്പിടാനാണോ ലിവർ തരാനാണോ വരേണ്ടത്? ജേക്കബ് എന്തിന് ലിവർ തരണം? അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും. എന്റെ നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയുന്നില്ല. കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം എന്റെ കയ്യിലുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഈ നാളുകളിൽ ഞാൻ റേപ്പിസ്റ്റായി. ഇനി തീവ്രവാദി കൂടി ആക്കുന്നത് എപ്പോഴാണാവോ? സത്യം വേറെയാണ്. എന്നെ തെളിയിക്കാനല്ല പറയുന്നത്. എനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, അല്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഉദ്ദേശം മനസ്സിലായി. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല. വെറുതെ ഇരിക്കുന്ന ജേക്കബിനെ പോലും ഇതിൽ വലിച്ചിഴച്ചു. അപ്പോൾ എവിടെയായിരുന്നു അവർ? പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. വേറൊരാളുണ്ട്, അവർ പുറത്തു വരാൻ പോകുന്നു. ചെയ്ത ദ്രോഹങ്ങൾ പുറത്തു വരും. ഒരു കാര്യം കൂടി പറയട്ടെ, ദൈവത്തെ വെച്ച് ഞാൻ പറയുന്നു, ആ കസ്തൂരി ആരെന്ന് എനിക്കോ കോകിലയ്ക്കോ അറിയില്ല. ഈ ഫൈറ്റിൽ ഞങ്ങളില്ല. ഇവിടെ സ്വസ്ഥമായി ജീവിക്കുകയാണ്. എന്തിനാണ് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? റേപ്പ് ചെയ്തെന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്കൊരു കുടുംബമില്ലേ? നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും. എല്ലാം തെളിയിക്കും. അത് വേറെ. ഇത് വ്യക്തിഹത്യയാണ്. ഞാൻ ജീവിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതം നോക്കിക്കോളൂ. എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം കോകിലയെ നേരത്തെ അറിയാമെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. കോകില ഇതിനു മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് തന്റെ കുട്ടിയെപ്പോലെ ഒരു കുട്ടിയാണ് എന്നാണ് ബാല പറഞ്ഞിട്ടുള്ളത് എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. പുതിയ ഭാര്യയെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല. താൻ മരുന്ന് മാറി കൊടുത്തതൊക്കെ അവരെങ്ങനെ കണ്ടു എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു.